ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. സോ ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ എന്തായാലും കുറെ കാലത്തിന് ശേഷം PC-ലെ ഒരു BR ആയിട്ട് വോയിസ് ഓവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, സോ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പണ്ടൊക്കെ വോയിസ് ഓവർ ചെയ്യുമായിരുന്നല്ലോ, എന്താണ് ഇപ്പൊ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. എനിക്കും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ PC-യിൽ എന്തോ ബഗ് അടിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. നമ്മൾ ഈ എന്താണ് എക്സ്ബോക്സ് എന്ന് പറഞ്ഞ ഒരു സ്ക്രീൻ റെക്കോർഡറിലാണ് ചെയ്തിരുന്നത്. അത് വേറെ ആപ്ലിക്കേഷൻ ഒന്നും ഡൗൺലോഡ് ചെയ്യുന്നില്ല, PC-യിൽ സ്വന്തമായിട്ട് ഇൻബിൽട്ട് ഉള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്തോ ബഗ് വന്നിട്ട് മൈക്കിന്റെ ഓപ്ഷൻ കാണിക്കുന്നില്ല ഗൈസ്. അതുകൊണ്ടാണ് നമ്മളൊന്നും ചെയ്യാതിരുന്നത്, ഇല്ലെങ്കിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നേനെ ഗൈസ്. ഓക്കെ, സോ നമ്മൾ എന്താണ് നെക്സ്റ്ററ മാപ്പാണ് നമുക്ക് കിട്ടിയത്. മ്യൂസിയത്തിൽ വന്നിട്ട് എന്താണ് മാക്കും AKയും കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സോ നമ്മൾ സോണിന്റെ ഒപ്പമാണ് പോണേ. ഈ 5 സ്റ്റാർ ഹീറോയ്ക്ക് 5 സ്റ്റാർ ലോബി ആയതുകൊണ്ട് തന്നെ ഇത്തിരി ക്യാമ്പ് ചെയ്ത് കളിക്കാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ എന്താണ് വല്ലപ്പോഴും ചെറിയ പിങ്ങും ഓട്ടോ ബാക്കും ഒക്കെ വരുന്ന പോലെ സാധ്യതയുണ്ട് ഗൈസ്. നമ്മുടെ PC ഒക്കെ ഇത്തിരി പഴയതാണ്, ഇത്തിരി അല്ല അത്യാവശ്യം നല്ലോണം പഴയതാണ്. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മുടെ റോയൽ മാലിക് എന്ന് പറഞ്ഞ ബംഗാൾ ചക്കന് അവിടെ ഒരു കില്ല് എടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് പിന്നെ AK അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ AK മാറ്റി N94 എടുത്തു ഗൈസ്. N94 അത്ര ഇഷ്ടമല്ല, പിന്നെ ഗതികെട്ട് എടുത്തതാണ്. AK-നേക്കാളും നല്ലതാണ് ഗൈസ്. AK ഫുള്ള് റീകോയിലാണ്, അത് വേറെ കാര്യം. AK വിത്ത് സൈലൻസർ അടിപൊളിയാണ്. സാധാ AK കൊള്ളത്തില്ല ഗൈസ്, സത്യം പറയാലോ. ഇത്തിരി ഫാസ്റ്റ് ആക്കി എടുത്ത ഗൈസ്. ഓക്കെ, നമ്മളിനി ഫൈറ്റ് സീൻ എത്തുമ്പോൾ മാത്രം സ്ലോ ആക്കാം ഗൈസ്. ഓക്കെ, ഫൈറ്റ് ആവാറായി. ഞാൻ ബ്ലാക്കിന്റെ അടുത്ത് പറയുമായിരുന്നു ഈ ഡ്രോപ്പിൽ AW ഉണ്ട്, വേഗം വന്നെടുത്തോ. ഓക്കെ, അപ്പോൾ ബംഗാൾ ചക്കനെ അടിച്ചു തുടങ്ങി ഗൈസ്. അവിടെ ആ ലോറിയുടെ ബാക്കിൽ ഒരു എനിമി ഉണ്ട്, അവൻ എന്നെ അടിച്ചു തുടങ്ങി. ഞാൻ പെട്ടെന്ന് വന്ന് കവർ എടുത്ത് ബംഗാൾ ചക്കനെ ഒരു 150 കൊടുത്ത് അവൻ ഓപ്പണിൽ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് അതൊരു 31 കൊടുത്ത് കിമ്മി ഗൈസ്. അപ്പൊ മയക്കി കൂടി കിൽച്ചോറി എന്നൊക്കെ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മൈൻഡൊന്നും ചെയ്യാൻ പോയില്ല. പിന്നെ ഇവിടെ ആര് കില്ലെടുക്കുന്ന ആര് ഡാമേജ് എടുക്കുന്ന നോക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ കളിയൊന്നും ആവാൻ പോകുന്നില്ല. അത് വേറെ കാര്യം, പ്രത്യേകിച്ച് റാങ്ക് മാച്ചിൽ, BR റാങ്ക് മാച്ചിൽ പിന്നെ വേറെ പണിയൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മളെന്തായാലും ഒരു കില്ലെടുത്തിട്ട് ഫാം ടോഫിയുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഫൈറ്റും സാധനം എല്ലാം കഴിഞ്ഞപ്പോൾ ബ്ലാക്ക് പയ്യെ ലൂട്ട് എടുക്കാനായിട്ട് വരുന്നുണ്ട് ഇവനെ കൊണ്ട്. ഓക്കെ, ഓക്കെ, നമ്മൾ ഫാം ടോഫിയില് മിഡിലെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ബംഗാളി ചെക്കനാണെങ്കിൽ നമുക്ക് വേണ്ടി ഗ്രോസൈക്സ് ഡ്രോപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. താങ്ക് യു ബ്രോ. ഓക്കെ, നമ്മളെന്തായാലും ഗ്രോസൈക്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ പയ്യെ ലൂട്ട് അടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. അലൈവാണെങ്കിൽ ഇത്തിരി പോലും കുറയുന്നില്ല. നമ്മളൊരു കില്ലെടുത്തിട്ടുണ്ട്, കുറെ എണ്ണം കില്ലെടുക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ പൊക്കി വിടുവാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെൻഡിങ് മെഷീൻ എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചത്. ഏതോ ആമോ വാങ്ങിയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, നമ്മളിവിടെ കറങ്ങി കളിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. മലയാളിയൊക്കെ ഉണ്ട്, മായാവി സാർ എന്നൊക്കെ പേര് കണ്ടു, പിന്നെ അംഗരാജാവ് എന്നൊക്കെ കണ്ടു. മലയാളി ഉണ്ട് ഗൈസ്, സ്ക്വാഡ് തന്നെ ഉണ്ട് അവര്. ഞാനും ബ്ലാക്കും ഇവിടെ ഗണ്ണും ബാറ്റും സ്വിച്ച് ചെയ്ത് കളിച്ചോണ്ടിരിക്കുകയാണ്. ആ ബംഗാൾ ചെക്കനാണെങ്കിൽ വെറുതെ സാൻഡിനൊക്കെ ഇട്ട് കളയുന്നുണ്ട് ഓപ്പണില്, എനിമീസിനെ അറിയിച്ചു കൊടുക്കാനായിട്ട്. ഞാനും കൂടെ ഉണ്ടെന്ന്. എന്തോ ആവട്ടെ, അതെന്റെ ഇഷ്ടം. ഓക്കെ, അപ്പൊ തന്നെ പോയിട്ടുണ്ട് സാൻഡിനോ. നമ്മളിവിടെ എനിമീനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്.
ഓക്കെ, നമ്മളിവിടെ ലൂട്ടൊക്കെ എടുത്തോണ്ടിരിക്കുവാണ്. ബ്ലാക്കിന് ഞാനൊരു മെഡിക്കറ്റ് കൊടുത്തായിരുന്നു, അവന് മെഡില്ലായിരുന്നു. പിന്നെ ഇവിടെ എനിമീനെ ഒന്നും കാണുന്നില്ല ഗൈസ്. എൻ്റെ കയ്യിൽ ഒരു ചിപ്പ് എക്സ്ട്രാ ഉണ്ടായിരുന്നു, ഞാനത് താഴെ ഇട്ട് ഗൈസ്. ആർക്കെങ്കിലും വേണേ എടുത്തോട്ടെ എന്ന് വെച്ചിട്ട്. ഇപ്പൊ വേറെ പണിയൊന്നുമില്ല ഗൈസ്, ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ ഓക്കെ, ആ ലൈവ് നല്ലോണം കുറയുന്നുണ്ട്, 15 ലൈവൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എനിമി വല്ലതും ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ ഈ സാധനം പൊട്ടിച്ച് നോക്കുവാണ്. ഇവിടെ എനിമി ഒന്നുമില്ല. ഇത്തിരി സ്പീഡ് കൂട്ടി വരാം ഗൈസ്, ഫൈറ്റ് ഉള്ളപ്പോൾ സ്പീഡ് കുറയ്ക്കാൻ. ഓക്കെ, ഞാനിവിടെ ചുമ്മാ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോണൊക്കെ വരട്ടെ എന്ന് വെച്ച്. സോണൊക്കെ നമുക്കാണ് ഗൈസ്. പക്ഷെ അവിടെ കുറെ പേര് പറന്നിറക്കുന്നത് കണ്ടു. എന്നാ പിന്നെ നമുക്കും പോയി ഇത്തിരി കില്ല് വരാന്ന് വിചാരിച്ചു. അത് വേണ്ടായിരുന്നെന്ന് ഇപ്പൊ തോന്നുന്നു ഗൈസ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോ. കാരണം നിങ്ങൾ കണ്ടു നോക്കാം ഫൈറ്റ്, കിണ്ണം കാച്ചി ഫൈറ്റാ. എത്ര പേരുണ്ടെന്ന് ഞാൻ പോലും എണ്ണീട്ടില്ല ഗൈസ്. ഞാനിവിടെ രണ്ടുപേരെ കണ്ടു. ഇവിടെ നല്ല ഡാമേജ് കൊടുത്തു, പക്ഷെ അവൻ എസ്കേപ്പ് ആയി. ഇവന് ഫുൾ റെഡ് കൊടുത്ത് അവനെ അവിടെ ഇട്ടു. അപ്പോഴത്തേക്ക് ലോങ്ങിൽ നിന്ന് വേറെ അടി. കില്ല് ഫിനിഷ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ ചെറുക്കനാണെങ്കിൽ നമ്മളെ ബാക്കിൽ കണ്ടു. അവന്റെ MP40 മാക്സ് ഗ്ലൂ വാള് കണ്ടോ ഗൈസ്? പഴയ എലൈറ്റിന്റെ ഗ്ലൂ വാളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഭയങ്കര റയർ സാധനമാണ്. നമ്മുടെ ഗെയിമിംഗ് വിത്ത് മാസ്കിന്റെ കയ്യിലൊക്കെ ഉള്ള ഗ്ലൂ വാളാണ് ഗൈസ് അതൊക്കെ. അതുള്ള പ്ലെയേഴ്സ് ഒക്കെ ഇപ്പൊ കളിക്കുന്നുണ്ടെന്ന് തന്നെ അറിയുന്ന തന്നെ വലിയ കാര്യം ഗൈസ്. അപ്പൊ നമ്മളെന്തായാലും നമ്മളെ ആരാ പൊക്കി വിട്ടെ? ഉണ്ണീസാണോ? ആ അല്ല അല്ല, ബംഗാൾ ചെക്കൻ പൊക്കി വിട്ടിട്ടുണ്ട് നമ്മളെ. നമ്മളാണെങ്കിൽ അവിടെ തന്നെ ഏകദേശം അവിടെ തന്നെ പോയി ഇറങ്ങാൻ തീരുമാനിച്ചു. ഓക്കെ, കാരണം നമുക്ക് നമ്മുടെ ലൂട്ട് വേണം ഗൈസ്. ലൂട്ടാണ് ഇമ്പോർട്ടന്റ്. മുകളിലൊരു എനിമി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. അതൊന്നും മൈൻഡ് ചെയ്തില്ലേ. താഴത്തെ എനിമിനെ അടിക്കാന്ന് കഴിഞ്ഞിട്ട് ഓടിപ്പോ. അവന് ഫുൾ റെഡ് കൊടുത്തിട്ട് അവനവിടെ അപ്പോഴത്തേക്ക് അവന്റെ M80 ആണെന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇത്തിരി വലിഞ്ഞു. കാരണം ഷോർട്ട് റേഞ്ച് കിട്ടി അവൻ തല കൊടുത്തു. ഞാൻ ഇവനെ ഒരു മിഡ് റേഞ്ച് വെച്ച് അടിച്ചിട്ട് അവനെ തീർന്നിട്ടുണ്ട്. ലൂട്ടൊക്കെ എടുത്ത് മെഡൊക്കെ അടിച്ച് പയ്യെ പോവാന്ന് വിചാരിക്കുന്നു. സോൺ നല്ല ഡാമേജ് എടുത്തിട്ടുണ്ട് ഗൈസ്. ഏതാ എടാ മെഡ് കേറി എന്നിട്ടും സോണിൽ നിന്ന്. ഉണ്ണീസാണെങ്കി പുറത്തോടി. ഉണ്ണീസ് ഗിവപ്പ് അടിക്കാൻ പറയുന്നുണ്ട്. ഞാൻ വേണോ വേണ്ടോ എന്നുള്ള ശ്രമത്തിലാണ്. എന്തായാലും ഗിവപ്പ് അടിക്കാൻ തീരുമാനിച്ച് ഉണ്ണീസ് അപ്പൊ തന്നെ പൊക്കി വിടുക. ഞാൻ ബ്ലാക്ക് പറഞ്ഞു എൻ്റെ അടുത്ത് ഫൈറ്റ് ഉണ്ട്, ഇങ്ങള് വായോ എന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ബ്ലാക്കിന്റെ അടുത്ത് പോയി. ബ്ലാക്കിന്റെ അടുത്തേക്ക് എനിമിയും കയറി ചെല്ലുന്നുണ്ട് ഗൈസ്. അപ്പൊ അവന് ഹെൽപ്പ് ചെയ്യണം. അപ്പോഴാണ് ഇത് അവന്റെ അടുത്തേക്ക് ഒരുത്തൻ റഷ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇവിടെ ഇറങ്ങിയപ്പോ ആ വീട്ടിന്റെ മേളെ ഒരുത്തനുണ്ടെന്ന് ഞാൻ ഉണ്ണീസിനോട് വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് ബ്ലാക്കിനെ അടിച്ചു നോക്കാൻ കേസ്. പിന്നെ ഇവന്റെ ലൂട്ട് എടുക്കാന്ന് വിചാരിച്ചു. എന്തായാലും എത്തിയതല്ലേ. അല്ലെങ്കിൽ വേണ്ട ബ്ലാക്ക് പറഞ്ഞു അവനിപ്പോ എത്തും, ഒന്ന് ഓടി വന്നാൽ റിവൈവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. മാക്സിമം ശ്രമിച്ചു കേസ്, പക്ഷെ പറ്റിയില്ല. കള്ളൻ ഫിനിഷ് ആക്കി. ഓക്കെ, അപ്പൊ നമ്മുടെ ടീംമേറ്റ്സ് എന്തായാലും ബംഗാളിച്ചക്കൻ എന്തായാലും ബാക്കിൽ നിന്ന് സപ്പോർട്ട് ഉണ്ട്. എനിക്ക് ബഗ് അടിച്ചിട്ട് ഞാൻ വെറുതെ ഫയർ ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തോ PC എല്ലാം അടിച്ചു പോയി കഴിയും, എന്തോ പറയാനാ. അപ്പൊ എൻ്റെ കയ്യില് MP5 3-യും എന്തോ പിന്നെ ഓഗ് 1 ചിപ്പും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കില് എങ്ങനെയെങ്കിലും പോയി റിസ്ക് എടുക്കാന്ന് വിചാരിച്ചപ്പോ ബ്ലാക്ക് മൈക്കിൽ കൂടെ പറയുന്നത് വേണ്ട, സോണൊക്കെ നല്ല ഡാമേജ് എടുക്കുന്നുണ്ട്, പിന്നെ നിന്റെ കയ്യിൽ EP പോലും ഇല്ലല്ലോ, പിന്നെ എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു പോണ്ടാന്ന്. പിന്നെ ഈ ഗ്ലൂ വാളിന്റെ കവർ എടുത്ത് നിൽക്കുവാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ ബംഗാളി ടീമേറ്റ് ആണെങ്കിൽ ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു. അംഗരാജാവിന്റെ മലയാളി സ്ക്വാഡിനെ വൈപ്പ് ചെയ്തിട്ടുണ്ട് അവൻ. ഓക്കെ, എന്തായാലും അടിപൊളി. ഇത് ലാസ്റ്റ് സോൺ ഫൈറ്റ് ആണ് ഗൈസ്. വീഡിയോ ഏകദേശം തീരാറായി. ഇവിടെ നോക്കിക്കോ ഗൈസ്, എന്റെ എന്താ 1v2 വൈപ്പ്. ഞാൻ കേറി ചെല്ലുവാണ്. ഒരുത്തിന് ഫുൾ ഡാമേജ്, ഫുൾ റെഡ്, 3 ഏലി ഞാൻ
അവന്മാർ. ഉണ്ണീസിന്റെ അവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു, അവനും വൈപ്പ് ചെയ്ത് നമ്മൾ പോയി അടിച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, അടുത്തിരിക്കുന്ന ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ ഗൈസ്. സ്റ്റേ ട്യൂൺഡ്.